ഹലോ ചങ്ങായിസ്, ഒരു നാടൻ ഒരു കടലക്കറീൻ്റെ റെസിപ്പി നോക്കിയാലോ? പുട്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ പോലും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. കടലക്കറി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതിനായിട്ട് തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഒരു സവോള നൈസായിട്ട് സ്ലൈസ് ചെയ്തതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കടല കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് ചെറിയ തേങ്ങയും അതിലൊരു ഏലക്കയും 2 ഗ്രാമ്പും സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് തേങ്ങ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് മിക്സർ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പും താളിപ്പും കൂടി ചേർത്തെടുത്ത് നമ്മുടെ അടിപൊളി കടലക്കറി തയ്യാറാണ്.